അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന നമുക്കൊരു ഫാമിലി ലൈഫ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഫുൾഫിൽമെന്റ് തരിക. ഈ റെസ്പോൺസിബിലിറ്റി കുറെ ആൾക്കാർ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഹാപ്പിനെസ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് മാക്സിമം റെസ്പോൺസിബിലിറ്റീസിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് റെസ്പോൺസിബിലിറ്റി ആണ്, ഐ ജസ്റ്റ് വോണ്ട് ടു എൻജോയ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ അങ്ങനത്തെ ആൾക്കാരാണ് ലൈഫിൽ ഏറ്റവും അൺഹാപ്പി ആയിട്ടുള്ളത്. നമുക്ക് ശരിയാണ്, നമ്മൾ ഹാപ്പിനെസ് അതൊക്കെ തേടി പോകണം, ബട്ട് എൻഡ് ഓഫ് ദ ഡേ ലൈഫ് ഓഫ് ഹെഡോണിസം, അതായത് ഫുള്ള് പാർട്ടി ക്ലബ്സ് ഇങ്ങനത്തെ പറയാ അല്ല ആ വേർഡ് ഹെഡോണിസം. ഞാൻ അത് ചോദിച്ചതാ, ഞാൻ കളിയാക്കി ചോദിച്ചതോ അത് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഹെഡണിസം പുതിയൊരു വാക്ക്. ഈ പാർട്ടി ഫുൾ കൂത്താടി നടക്കണവരോ, കൂത്താടിയല്ല, അത് നമ്മുടെ പ്ലെഷർ, എൻജോയ്മെന്റ്, ഹാപ്പിനെസ്, ഈ കാര്യങ്ങളെ ഭയങ്കര അധികം പ്രയോറിറ്റൈസ് ചെയ്ത് അതാണ് നമ്മളുടെ കോമ്പസ് എന്നുള്ള രീതിയിൽ ലൈഫ് ജീവിക്കുന്ന ആൾക്കാരാണ് ഹെഡോണിസ്റ്റിക് പാത്ത് എന്നൊക്കെ പറയാം. അതായത് ചിലപ്പോൾ ഫുൾ ലാവിഷ് ലൈഫ് ആയിരിക്കാം, മെറ്റീരിയലിസ്റ്റിക് ലൈഫ് ആയിരിക്കാം, ഫുൾ പാർട്ടീസ്, ഗാംബ്ലിങ്, ആൽക്കഹോൾ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ ഹാപ്പിനെസ് പ്രയോറിറ്റൈസ് ചെയ്ത് അവര് ലാസ്റ്റ് അൺഹാപ്പി ആവുക ചെയ്യുന്നത്. എന്നാൽ അതേസമയം ചില ആൾക്കാരുണ്ട്, അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അതിൽ നിന്ന് ഫുൾഫിൽമെന്റും ഹാപ്പിനെസ്സും കണ്ടുപിടിക്കുമ്പോൾ അവർക്ക് അവരുടെ ഡെയിലി ലൈഫിൽ കുറെ സ്ട്രെസ്സും സ്ട്രെയിനും ഇതൊക്കെ ഉണ്ടാകും. ബട്ട് എൻഡ് ഓഫ് ദ ഡേ അവര് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവര് ഹാപ്പി ആൻഡ് ഫുൾഫിൽഡ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.